സ്വീറ്റ് സൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വീറ്റ് നമ്മൾ ചപ്പാത്തി പോലെ ഇങ്ങനെ കുഴച്ച്, ചപ്പാത്തി പോലെ തന്നെ കുഴച്ച് ഉരുളയാക്കി പരത്തണം. നമ്മളെ ചപ്പാത്തി കോല് വെച്ച് നന്നായിട്ട് പരത്തി റൗണ്ടാക്കി എടുക്കുക. കറക്റ്റ് റൗണ്ട് വേണമെന്നൊന്നുമില്ല, ഞാൻ റൗണ്ടാക്കി എടുക്കുക. അങ്ങനെ ഞാൻ ആക്കിയെടുത്താണിത്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള തേങ്ങ, ശർക്കര, പിന്നെ നമ്മളെ ഇതില്ലേ ഏലക്കായ് ഒരു 5-6 എടുത്തിട്ടുണ്ട്. 5-6 എടുത്ത് പൊടിച്ചിട്ട് ചെറുങ്ങനെ അതിൽ തോല് പോക്കി പൊടിച്ചെടുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര, തേങ്ങ, ഏലക്കായ് ഇതെല്ലാം കൂടിയുള്ള മിക്സാണിത്. എന്നിട്ട് നമുക്ക് ചപ്പാത്തി വരെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. നമ്മളെ പാന് വെച്ചു, ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു. നമുക്ക് ഓയിൽ വയ്ക്കാം. ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടാവട്ടെ. ഓയിൽ ഇവിടുന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ പരത്തി വെച്ച ഇത് ഗോതമ്പ് പൊടി, ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ച് കുറച്ച് ഓയിൽ ഒഴിക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പരത്തി വെച്ചതാണ്. ഇതിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം നടുവിൽ ഫില്ല് ചെയ്യുക കേട്ടോ. ഇത് നേരെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ തറ്റങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. തറ്റങ്ങനെ പ്രസ് ചെയ്തിട്ട് ആദ്യം പ്രസ് ചെയ്യണം തറ്റം. അതിനുശേഷം ഇങ്ങനെ മടക്കുക. കാരണം നമ്മളെ ഫില്ല് പൊട്ടിപ്പോവാണ്ടിരിക്കാൻ കേട്ടോ. കഷ്ടകാലത്തിന് ഇനി ചിലപ്പോൾ ഇതൊക്കെ ചെയ്താലും പൊട്ടും. എന്നാലും മാക്സിമം പൊട്ടാണ്ട് ഇതിനുള്ളിൽ തന്നെ നിൽക്കും. നമുക്ക് നല്ല ഭംഗിയോടെ കിട്ടും. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഫില്ലിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ സുരക്ഷിതമാണ്. നമ്മൾ എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. സിമ്മായി കൊടുക്കും. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പ്ലേറ്റിൽ വെക്കാം. എണ്ണ അവിടുന്ന് ചൂടാവട്ടെ. ഒന്നുകൂടി എടുക്കാം. ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് 3 എണ്ണം ഇടാം കേട്ടോ. 3 എണ്ണം ഇടാം. അപ്പോൾ അടുത്ത നമ്മൾ ചപ്പാത്തി ഒന്നിങ്ങനെ ഇതാക്കി വെച്ചെടുക്കുക. നമ്മൾ ഫില്ല് ചെയ്യുക. സെൻറ്ററിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ മടക്കുക. പ്രസ് ചെയ്യുക തറ്റം. എന്നിട്ടൊന്ന് ചെറുങ്ങനെ മടക്കി കൊടുക്കുക. നമ്മളിങ്ങനെ മടക്കി പ്രസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയുള്ള അച്ചിൻ്റെ ഇതുപോലെ വരും. ഇത് അച്ചിലിട്ട് ചെയ്യുന്നവരുണ്ട്, ഇത് ചെയ്യുന്ന അച്ച്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒക്കെ നമുക്ക് കൈ കൊണ്ട് ചെയ്തെടുക്കാം. നോക്കണം എല്ലാ ഭാഗവും ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി ചെയ്യാം. നമുക്ക് ഒരേ ട്രിപ്പിൽ 3 എണ്ണം ഫില്ല് ചെയ്യാം. നമ്മൾ ചപ്പാത്തി പോലെ പരത്തി വെച്ചെടുക്കുക. ഫില്ല് ചെയ്യാം. സെൻറ്ററിൽ കൊടുക്കുക. മടക്കുക. തറ്റം പ്രസ് ചെയ്യണം. ആദ്യം തറ്റം പ്രസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ മടക്കുക.
ഓക്കെ, അപ്പം നമ്മൾ 3 എണ്ണം ചെയ്തു. നമുക്ക് നമ്മളെ പാനിലേക്ക് ഇടാം. നമ്മളെ പാനിലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നോക്കണം, ശ്രദ്ധിച്ചിടണം എല്ലാവരും, കൈയൊന്നും പൊള്ളാൻ പാടില്ല. നമുക്ക് 2 എണ്ണേ പോളൂ പാനിൽ, അപ്പോൾ 2 എണ്ണം ഇട്ടാൽ മതി. എന്നിട്ട് ഇതിവിടെ നിന്ന് വേവട്ടെ. നമ്മൾ വെറും വീറ്റ്, അതായത് ഗോതമ്പ് പൊടി എടുത്തിട്ട് നല്ലോണം കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ലോണം കുഴച്ചതാണ്. പിന്നെ കുഴയ്ക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കണം, നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചപ്പാത്തിക്കോല കൊണ്ട് പരത്തിയെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് തേങ്ങ, ശർക്കര, ഏലക്കപ്പൊടി ഇതൊക്കെ മിക്സ് ഫില്ല് ചെയ്തു. പിന്നെ ഞാൻ ബാക്കി പറഞ്ഞല്ലോ അതുപോലെ ചെയ്ത് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഭാഗം, ഒരു ഭാഗം നന്നായിട്ട് വെന്തൊന്നും മൊരിയട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പം നമ്മളെ ഇത് ഒരു ഭാഗം തിരിച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് സെറ്റായാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മളെടുത്ത് ഫില്ല് ചെയ്ത് ഒന്നേ ഉള്ളൂ, ഒന്നുകൂടി നമുക്ക് ഫില്ല് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി എടുത്തു, നടുവിൽ ഫില്ലിങ് കൊടുത്തു. നേരെ സെൻറ്ററിൽ കൊടുക്കണം. നമുക്കിങ്ങനെ മടക്കി കിട്ടും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തട്ടം ആദ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് മടക്കി കൊടുക്കുക. എല്ലാ ഭാഗവും നല്ല ഭംഗിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പാനിലേക്ക് ഇടാം. പാനിലേക്ക് ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കൈ തട്ടിപ്പോകരുത്. അങ്ങനെ എണ്ണ നല്ല ചൂടായ എണ്ണയായി അതൊന്ന് വേണം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ് ചെയ്ത് നമുക്ക് 2 എണ്ണം കൂടി ഫില്ല് ചെയ്യാണ്ട് നമ്മൾ ചപ്പാത്തി എടുത്തു. സെൻറ്ററിൽ കൊടുത്തു. നേരെ മടക്കി പ്രസ് ചെയ്യുക. മടക്കുക. ഇങ്ങനെ തന്നെ ഇടവിട്ട് മടക്കുക കേട്ടോ. ഒരു കാണാനൊരു ഭംഗിയുണ്ടാവും, ഒരു പൂ പോലെ കിടക്കും. ഓക്കെ, നമുക്ക് നമ്മളെ ഇട്ട എന്തായി നോക്കാം. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കാം, മെല്ലനെ തിരിച്ചിട്ടാൽ മതി. നമ്മളെ ഫില്ലിംഗ് ഒന്നും പോകരുത്, പൊട്ടരുത്. ഓക്കെ, ഈ ഭാഗം നന്നായിട്ട് വെന്തു, മറ്റേ ഭാഗം വേണം. അപ്പോൾ നമ്മളൊരു ഫില്ല് ചെയ്തു. നമ്മൾ അടുത്ത ഫില്ല് ലാസ്റ്റ് വരും. നമ്മൾ മടക്കി പ്രസ് ചെയ്തു. എന്നിട്ട് നമ്മൾ മടക്കുക. നമ്മളിതായിട്ടുണ്ടാവും ഏകദേശം. നോക്കുക, അപ്പുറം ആയെന്ന് തോന്നുന്നു. ആയിട്ടുണ്ട്.
നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഇടാം. ഓക്കെ, ഇത് വരട്ടെ. അപ്പം നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പും തിരിച്ചിട്ടു. ഇപ്പം 4 എണ്ണമായി, 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ടു, അത് തിരിച്ചു വിട്ടു. ഇതിൽ നിന്ന് ഈ ഭാഗം കൂടി ഒന്ന് വേവട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ ഫുഡ് ഇതായിരുന്നു. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആദ്യം ഗോതമ്പ് പൊടി, ഉപ്പും നല്ല വെള്ളം കൂടി കൂട്ടി ചപ്പാത്തി പോലെ കുഴച്ച് പരത്തിയെടുക്കുക. അതിലേക്ക് നമ്മളെ ശർക്കര, തേങ്ങ, നമ്മളെ ഏലക്കായൻ്റെ പൊടിയും ചേർത്ത് ഫില്ല് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പരിഹാരം. വൈകുന്നേരം ആയാലും ഇനിയിപ്പോൾ നമ്മളെ ഗസ്റ്റ് വരികയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുക. ഇതിൻ്റെ അച്ചിലൊക്കെ ചെയ്യുക. അച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിതുപോലെ കൈകൊണ്ട് ചെയ്താലും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. പിന്നെ അച്ചിനെ പോലെ അത്ര പെർഫെക്ഷൻ നമ്മളെ സൈഡ് ആവണമെന്നില്ല. അത് ഞാൻ കൈകൊണ്ട് ഫുള്ള് കൈകൊണ്ട് ചെയ്താണ്, ഒരു അച്ച് ഉപയോഗിക്കാറുണ്ട്, കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ നമുക്ക് ഫില്ലിങ് തേങ്ങയും ശർക്കരയും ഈ ഏലക്കായ്പ്പൊടിയൊന്നും അല്ലാണ്ട് നല്ല ചിക്കൻ വെച്ചിട്ട് ചിക്കൻ വേവിച്ച് അതിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫില്ലിങ് ചെയ്യാം. അത് ഞാൻ ഒരിക്കൽ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം. ഈ മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.